ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. നമ്മൾ സാധാരണ പറയുന്നത് പോലെ എയറിലായിരുന്നു എന്ന് പറയാം. താഴേക്ക് ഇറങ്ങിയോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, പുതിയ വീട് വെക്കാൻ കഴിഞ്ഞു, അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് പറയാനുള്ളത്? ഞാൻ ഇപ്പോഴും എയറിൽ തന്നെയാണ്. കള്ളിയങ്കാട്ട് നീലി കഴിഞ്ഞതിന് ശേഷം ഇത്രമേൽ എയറിൽ പോയ ഒരു വ്യക്തി ജസ്ന സലീം മാത്രമായിരിക്കും. അപ്പൊ ഇപ്പം വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു. അത് ഒരു പ്രൗഡ് മൂമെന്റ് ആയിട്ട് തന്നെ പറയാണ്. ജസ്നയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാവരും, ജസ്നയെ അറിയുന്നവരെല്ലാവരും ഈയിടെ ഒന്ന് ഞെട്ടിയത് ജസ്ന തട്ടം മാറ്റി എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ മുസ്ലിം മതം ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ജസ്ന അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ഞാൻ പ്രഖ്യാപിച്ചത് എന്താ വെച്ചാല്, ഞാൻ തട്ടം ഉപേക്ഷിച്ചു, എനിക്കിനി മതമില്ല, ഞാൻ ഒരു മനുഷ്യനാണ് എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. അത് പലരും ജസ്ന മുസ്ലിം മതം, ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാക്കി. അപ്പൊ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ ഒന്നിനല്ല 10 നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇവർക്കൊക്കെ പ്രശ്നം എന്താ വെച്ചാല്, എനിക്ക് സ്വർഗം കിട്ടൂല എന്നുള്ള ഒരു പേടിയോണ്ടാണ് ഇവരൊക്കെ ഈ വിവാദങ്ങളിലേക്ക് എന്നെ എടുത്തിടുന്നത്. ഞാൻ മതം വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇങ്ങനെ നിരന്തരം ഓരോരുത്തർ എന്നെ എയറിൽ കയറ്റുന്നത് എന്താ വെച്ചാൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ മതം വിട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ കണ്ണിൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്നുള്ളതാ. പക്ഷെ എന്നെ സംബന്ധിച്ച് സ്വർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ നിലവിൽ സ്വർഗത്തിലാണ്, കാരണം എന്റെ മാതാപിതാക്കളുടെ കൂടെയാണ്. അവരെവിടെയോ അവിടെയാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞു നടക്കുന്നവർ അവിടെ പറയട്ടെ. മതം എന്താണെന്ന് നമ്മുടെ മനസ്സിലാണ്. എന്റെ മതവും എന്റെ വിശ്വാസമൊക്കെ എന്റെ മനസ്സിലാണ്. ഞാൻ തട്ടം ഉപേക്ഷിച്ചു, എനിക്കിനി ഒരു മതവുമില്ല, ഞാൻ മനുഷ്യൻ. ജസ്ന സലീം എന്ന് പറയുന്നത് വെറും ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ പുറം ലോകത്തോട് തുറന്നു പറഞ്ഞതാണ്. അത് വിപരീതമാക്കിയിട്ട് ഓരോരുത്തരെടുത്തു, അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് അത് കൈകാര്യം ചെയ്തു, അത്രയാണ്. വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം നടത്തിയത്. ഞാൻ തട്ടം ഉപേക്ഷിക്കുകയാണ്, ഇനി മുതൽ തട്ടം ഇടുന്നില്ല. നമ്മൾ കണ്ട ജസ്ന തട്ടമിട്ട ജസ്നയായിരുന്നു. തട്ടമിട്ടുകൊണ്ട് കൃഷ്ണനെ വരച്ചപ്പോഴാണ് അത് വലിയ വാർത്തയായതും ജസ്നയെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയതും. അപ്പോൾ ആ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന ആരോപണങ്ങൾക്ക് നമ്മൾ ചിലപ്പോഴൊക്കെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ജസ്ന കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പോൾ പറഞ്ഞു. എങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ തട്ടം ഇട്ടിരുന്ന ജസ്നയ്ക്കും ഇപ്പോൾ തട്ടം മാറ്റിയ ജസ്നയ്ക്കും തമ്മിൽ? അല്ല, ഞാൻ തട്ടമിട്ടെടുത്തോളം ഇവർ പറഞ്ഞത് എന്താ വെച്ചാല് ബിസിനസ് മൈൻഡ് ആണ്. തട്ടമിട്ടൊരു കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുമ്പോട്ടുള്ള ഒരു നീക്കം ഉണ്ടായത്, അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്റെ തട്ടമായിരുന്നു എന്ന് പലരും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തട്ടമില്ലാതെയും എനിക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ കൂടി മാത്രമാണ് ഞാൻ ഈ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഈ തട്ടമാണ് ഒരാളുടെ ഐഡന്റിറ്റി. നമ്മളിപ്പം മുസ്ലിം ആണോ ഹിന്ദു എന്ന് പറയുന്ന ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കുക അവർ പൊട്ടു കുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് പലരും അത് നമ്മളെ കാഴ്ചയിൽ മനസ്സിലാക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവർക്കൊക്കെ തട്ടം എന്തിനാണ് തട്ടമിട്ടെന്ന് ഒരു വിഭാഗം ചോദിക്കും. തട്ടമിട്ടില്ലെങ്കിൽ ചോദിക്കും നിന്റെ തട്ടം എവിടെയെന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ ഇറങ്ങും. അപ്പൊ തട്ടം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ തട്ടത്തെ അങ്ങ് ഉപേക്ഷിച്ചു, മതത്തെ അല്ല. എനിക്ക് മതമേ ഇല്ല എന്ന് പറയാനാണ് ഇഷ്ടം. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതിനെക്കാട്ടിലും മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടണമെന്നും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് കൃഷ്ണനെ വരച്ച്, ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബലാണ് എനിക്ക് വേണ്ടാന്ന് വെച്ചത്. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ കുട്ടി എന്നുള്ള മേ ബി വേറൊരു കാര്യവും കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് എത്തിയത് ചിലപ്പോ ഒരു പക്ഷെ ഒരേ ഫോട്ടോ വരച്ചത് കൊണ്ടായിരിക്കാം. ഞാൻ മിക്കതും ഒരേ ഫോട്ടോ ആണ് വരച്ചത്. അങ്ങനെ ഒരാൾക്ക് പ്രശസ്തി നേടാം, പക്ഷെ അവരൊക്കെ ഇത് ശ്രമിച്ചതാണ്. അപ്പൊ അവര് നമ്മൾ കെട്ടിമൂടിയാലും ഒരു മനുഷ്യന്റെ വാ കെട്ടിമൂടാൻ പറ്റില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ വാ കെട്ടിമൂടിയിട്ട് എനിക്ക് ഒന്നും കിട്ടാറില്ല. അപ്പൊ ഇവരെന്താണോ പറയുന്നത് അതങ്ങ് പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു.
ഉം. അപ്പൊ ഒരു ചെറിയ സംശയം അല്ലെങ്കിൽ അവിടെ ഒരു ചോദ്യം വരുന്നത്, അത് എന്റെ ചോദ്യമായിരിക്കില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. ജസ്നയുടെ ചിത്രങ്ങൾ കൊണ്ടാണ് ജസ്നയ്ക്ക് ആ സമയത്ത് ഇത്തരത്തിലുള്ള പോപ്പുലാരിറ്റി കിട്ടിയതെന്ന് ജസ്ന വിശ്വസിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ജസ്ന എന്ന പേര് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി, തീർച്ചയായും. അത് അങ്ങനെ ഒരു പെൺകുട്ടി കൃഷ്ണനെ വരച്ചത് കൊണ്ടും അവിടെ ഉണ്ടായ ചോദ്യം ചെയ്യലുകളും ഒക്കെയല്ലേ ജസ്നയാക്കിയത്? എന്നെ ഞാൻ ആക്കിയതല്ലേ, എന്നെ 10 പേര് അറിഞ്ഞത് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ തട്ടമിട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണനെ വരച്ചത് കൊണ്ടായിരിക്കാം, അല്ലെ എനിക്ക് ഇവരാരും ചിന്തിക്കാത്തൊരു സംഭവമുണ്ട്. ഞാൻ എന്റെ കഴിവിനെയാണ് വരച്ച് കാണിച്ചത്. ആ കഴിവിൽ ഒരു ചൈതന്യം ഉണ്ടായിട്ടാണെങ്കിലോ ഞാൻ ഇതുവരെ പ്രശസ്തിയിലേക്ക് എത്തിയത്. അതെന്തുകൊണ്ട് ആരും ചിന്തിക്കാത്തത്? നിങ്ങൾ പലരും ഇപ്പൊ താങ്കളെ അടക്കം ചോദിച്ചൊരു ചോദ്യമുണ്ട്, തട്ടമാണോ എന്നെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്? അതിനേക്കാട്ടിലുപരി നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു ലക്ക് എന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഏതൊരു സംഭവവും നമ്മൾ ആര് തന്നെ തുടങ്ങുകയാണെങ്കിലും അതിൽ ദൈവത്തിന്റെ ഒരു കരങ്ങളില്ലേ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. ഒരു പക്ഷെ ഞാൻ വരച്ച എന്റെ ഫോട്ടോന്റെ ചൈതന്യമാണ് എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ എന്ന് നിങ്ങൾ ആരെങ്കിലും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ ഒരു ചോദ്യത്തിന് താങ്കൾ സഹിതം അല്ലെ പുറം ലോകം സഹിതം ശരി, എനിക്ക് ഉത്തരം താങ്കൾ തരണം. പറഞ്ഞ ഈ ചൈതന്യം അതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വിശ്വാസികൾ ഉണ്ടാകാം, അവിശ്വാസികൾ ഉണ്ടാകാം. അതുകൊണ്ട് അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ വിശ്വാസികൾ മാത്രമേ അതിൽ മറുപടി പറയൂ, ചൈതന്യത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയുകയുള്ളൂ. ഞാൻ ചോദിച്ചത്, താങ്കൾ പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു ലേബൽ വേണ്ട, ഞാൻ അങ്ങനെ ഒരു മുസ്ലിം കുട്ടി, തട്ടമിട്ട കുട്ടി എന്നറിയപ്പെടേണ്ട, പക്ഷെ പേരൊന്നും മാറ്റിയിട്ടില്ല, ജസ്ന സലീം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജസ്ന സലീം എന്ന വ്യക്തിയെ അറിഞ്ഞാൽ മതി എന്നുള്ള താങ്കളുടെ ആ തീരുമാനം മനസ്സിലാകുന്നു. അത് അങ്ങനെ തന്നെ താങ്കൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെയാണല്ലോ, നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുന്നു. ഈ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? കാരണം എനിക്ക് എപ്പോഴൊക്കെയോ തോന്നി അത് ജസ്ന ഇപ്പോൾ ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയ ആളാണ്, ജീവിതം പോലും വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ജസ്ന ജീവിക്കുന്നു, അമ്മയ്ക്കും അച്ഛനും വീട് വെച്ച് കൊടുക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലേ? അപ്പോൾ അതിനെയൊക്കെ ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് ആസ്വദിക്കുന്നു ഈ വിമർശനങ്ങളെയൊക്കെ എന്ന് വേണമോ കരുതാൻ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജസ്ന എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കുട്ടി എന്ന പേരിൽ പുറം ലോകം അറിയപ്പെട്ട് തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു. ഈ പ്രശസ്തി എന്നുള്ള ഒരു വാക്കിനെക്കാട്ടിലുപരി ഞാൻ എന്തോരം ഈ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്നറിയാം. അത് ഈ മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രമേൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. എന്റെ മക്കളാണ് എന്നുള്ളത് കൊണ്ട് മദ്രസയിൽ എന്റെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടായി. അത് ഈ മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബൽ ഉള്ളത് കൊണ്ടാണ്. സമൂഹത്തിൽ പല ഇടങ്ങളിലും എന്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് ഈ മുസ്ലിം കുട്ടി എന്ന് പുറം ലോകം അറിയപ്പെട്ടു തുടങ്ങിയപ്പോഴാണ്. അതേപോലെ എന്റെ ഭർത്താവിന് ഗൾഫിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ മുസ്ലിം കുട്ടി എന്ന് കൂട്ടിയതിന്റെ കൂടെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഇപ്പം മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം, മനോജ് കെ ജയൻ, അങ്ങനെ ഒരുപാട് നിരവധി സെലിബ്രിറ്റീസിന് ഞാൻ ഫോട്ടോ കൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഞാൻ ഫോട്ടോ കൊടുത്തു. അത് ഭാഗ്യം തന്നെ. പക്ഷെ അതിന്റെ അപ്പുറം നിർഭാഗ്യമായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇത്രമേൽ ഞാൻ അനുഭവിച്ചു. അത് ഈ ഒരു മുസ്ലിം കുട്ടി എന്നുള്ള ലേബലിൽ ഞാൻ മരണത്തിനോട് അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതും എന്നെ ഈ ആക്രമിച്ച ഈ മുസ്ലിം കുട്ടി എന്നുള്ള ലേബലാണ്. ആ ലേബല് ഞാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കണം. എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എനിക്കത് ജീവിക്കണം. അതിന് തടസ്സം ഈ മുസ്ലിം കുട്ടി എന്നുള്ളതാണ്. അത് വെട്ടിമാറ്റുന്നതല്ലേ നല്ലത്? ശരി, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഏറ്റവും കൗതുകകരമായി തോന്നിയത് അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയും അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തിരുന്നു ജസ്നയെ, അല്ലേ? ഇപ്പോൾ അച്ഛൻ്റെ ഓട്ടോയിൽ കൃഷ്ണചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ജസ്നയുടെ ഫോട്ടോ സഹിതം വെച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ ആ പിന്തുണ അതിൽ കൂടുതലൊന്നും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് അവർ പറയുന്നത് ഇപ്പോൾ ജസ്നയെക്കുറിച്ച്? എത്രത്തോളം സപ്പോർട്ട്, പിന്തുണ തരുന്നുണ്ട് അവർ? എന്റെ ബാപ്പാക്കും ഉമ്മാക്കും പേടിയെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിം കുട്ടി എന്നുള്ള ലേബല് ഞാൻ എടുത്ത് അവര് മാനസികമായിട്ട് ഭയങ്കര തളർത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു, വാപ്പി ഇങ്ങനെ ന്യൂസ് 80 ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയില്ല, അത് ഭാവിയിലേക്ക് മക്കളെ അത് ബാധിക്കില്ലേ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു മക്കളെ ബാധിക്കുന്ന, നമ്മളിപ്പം ഭാവിയെ ഓർത്തിട്ട് ഭാവിയെ ഓർത്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളെ ഓർത്തിട്ട് ഞാൻ സ്വയം മരിക്കാൻ ശ്രമിച്ചു. ആർക്ക് പോയിട്ടുണ്ടായിരുന്നു? എന്റെ മക്കൾക്കല്ലേ. അവർക്ക് നാളെ ഒരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങിൽ അല്ലെ ഒന്നിന് ഇപ്പം അവരെ മദ്രസയിൽ കയറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനവരെ നോക്കണം? ഈ സമൂഹത്തെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇതാക്കണ്ടല്ലോ. അപ്പം വാപ്പക്കും ഉമ്മക്കും എതിർപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. ഉമ്മ തന്നെ പറഞ്ഞു, നിനക്ക് ഹൗസ് വാമിങ്ങിന്റെ അന്ന് നീ തട്ടമിടണ്ടാന്ന്. എന്റെ ഉമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് തട്ടമിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. സത്യം തുറന്നു പറയുന്നതിന് എന്താ, കാരണം കുട്ടിക്കാലം തൊട്ടേ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ തട്ടമിട്ട് ശീലിക്കുകയായിരുന്നു. ഒരു പുറത്തിറങ്ങിയിട്ട് ഒരു തട്ടം മയിഞ്ഞു പോയാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് പലരും പറഞ്ഞുണ്ടാക്കി ഞാൻ അമ്പല പരിസരത്തൂടെ പോകുമ്പോൾ മാത്രമേ തട്ടമിടുന്നുള്ളൂ. കാരണം അവര് ആ ഒരു വീഡിയോസിൽ മാത്രമേ എന്നെ തട്ടമിടുന്നത് കാണുന്നുള്ളേ. പക്ഷെ ഇപ്പൊ എന്റെ മാതാപിതാക്കൾക്ക് യാതൊരു എതിർപ്പുകളും കാര്യങ്ങളും ഇല്ല. പിന്നെ ഉമ്മയുടെ കുടുംബം, അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, അവരാരും ഹൗസ് വാമിങ്ങിന് വന്നില്ല, എല്ലാരും ബാൻ ചെയ്തതാണ്. പക്ഷെ എന്റെ വാപ്പയുടെ കുടുംബം ഒരു മനുഷ്യനില്ലാതെ വന്ന് അവരത് ഭംഗിയോടുകൂടെ കഴിച്ച് ഹാപ്പി ആയിട്ട് എന്നെ ഈ ഒരു വീട്ടിലേക്ക് അവരും കൂടെ കൂടിയിട്ട് എന്നതാക്കി. അപ്പം അവർക്കൊക്കെ പൂർണ്ണ പിന്തുണ തന്നെയാണ് ഇപ്പോഴും. ജസ്ന ഒരു വിശ്വാസി ആയതുകൊണ്ട് തന്നെയും എപ്പോഴും പറയുന്ന കണ്ണനാണ് എന്നെ എത്തിച്ചത് എന്ന്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചതെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. ചിത്രങ്ങൾ വരച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു സാമ്പത്തികപരമായാണെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച പണം തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പം ഇരിക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് വെച്ചു കൊടുത്ത വീട്ടിലാണ് ഇരിക്കുന്നത്. ഈ വീട്ടിലെ ഓരോ മൺതരികളിലും എന്താ പറയാ കണ്ണന്റെ ഒരു അംശമുണ്ട്, അല്ലെ കണ്ണനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ എന്താ പറയാ ഒരു സ്നേഹമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 16 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു വീട് വെച്ചത്. 900 സംതിങ് സ്ക്വയർ ഫീറ്റും ആണുള്ളത്. ഈ ഒരു വീടിന് കുറ്റി അടിക്കുന്നത് തൊട്ട് ഇതുവരെയുള്ള പൈസ മുഴുവനവും ഞാൻ ചിത്രം വരച്ചിട്ടാണ്. അല്ലാതെ ഒരു പൈസ പോലും എനിക്ക് ഇതിലേക്ക് ചെലവഴിക്കാൻ എന്റെ കയ്യിലില്ലതാനും. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കണ്ണൻ ഒരാൾ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നെ വേറെ ഉള്ള ആൾക്കാർ ചോദിച്ചു കണ്ണനോട് അത്രമേൽ ഇഷ്ടമുണ്ട്, വീട്ടിൽ എന്തുകൊണ്ട് കണ്ണന്റെ ഫോട്ടോ തൂക്കിയില്ലാന്ന്. ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഞാനും എന്റെ കണ്ണനും കൂടി കൊടുത്ത ഗിഫ്റ്റാണിത്. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ രീതിയിൽ തന്നെ അത് ചെയ്തോളണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനും കണ്ണനും കൂടി എന്റെ മാതാപിതാക്കൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്റെ കൂടെ നിഴൽ പോലെ കണ്ണൻ നിന്ന് എനിക്ക് ഈ വീട് പണി 6 മാസം കൊണ്ട് അല്ലെ 8 മാസം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പലരുടെയും സ്വപ്നമായിരിക്കാം വീട്, അത് പലർക്കും അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഈസി ആയിട്ട് അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റി. എവിടെയും എനിക്കൊരു തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ല. പൈസക്കാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നില്ല. അത്രമേൽ ഏകദേശം 750 ഫോട്ടോന്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കണ്ണനും കൂടി എന്റെ മാതാപിതാക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്ത, അപ്പൊ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ആചാരപ്രകാരം ഇതിൽ കൂടുന്നതായിരിക്കും സന്തോഷം എന്നുള്ളത് എനിക്ക് അറിയാം. സമൂഹത്തെ ഞാൻ നോക്കുന്നില്ല, എന്റെ മനസാക്ഷിക്ക് അങ്ങനെ ആയിരിക്കും. ശരി. ജസ്ന, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ജസ്നയുടെ ആദ്യത്തെ ഒരു വാർത്ത വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ജസ്ന ഇതുപോലെ വെണ്ണക്കണ്ണൻ്റെ ചിത്രം വരച്ച് അത് ആളുകൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ കൃഷ്ണ ചിത്രം മാത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരി, അങ്ങനെയായിരുന്നു ആ വാർത്ത അല്ലേ? ആ വാർത്ത വന്ന് ഒരുപാട് പേര് അതിന് താഴെ വന്ന് നല്ല കമൻറ്റുകൾ മാത്രമുള്ള ഒരു വാർത്തയായി വന്നു. എപ്പോഴാണ് ഈ ഒരു നെഗറ്റീവ് കമൻസിൻ്റെ ഒരു ഉത്ഭവം? അല്ലെങ്കിൽ ജസ്ന ഓർക്കുന്നുണ്ടോ ആരാണ് അത് ആദ്യം തുടങ്ങി വിട്ടത്? എന്തായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം? എന്താ ജസ്ന മനസ്സിലാക്കുന്നത്? എന്നെ സംബന്ധിച്ച് സത്യാവസ്ഥ തുറന്നു പറയാച്ചാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം കഷ്ടകാലം കൂടെ പോണു എന്ന് തന്നെ ഞാൻ തുറന്നു പറയും. പലരും പറയും അത് നന്ദികേടാണ് എന്നൊക്കെ പറയും. ഈ BJP RSS എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് അവര് BJP-യോ RSS-ഓ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല കേട്ടോ. അവരുടെ ലേബലിൽ നടക്കുന്ന കുറച്ച് ആൾക്കാർ നന്ദികേടാണ് എന്ന് പറഞ്ഞു. നന്ദികേടാണ് എന്ന് അവര് പറയുമ്പോൾ നമ്മുടെ ഗതികേടിനെയാണ് നമ്മൾ തുറന്നു പറയുന്നത് എന്നുള്ള അവര് ചിന്തിക്കുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം എന്നെ ഈ RSS BJP എന്ന് പറഞ്ഞ് കുറച്ച് ലേബലിൽ നടക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ എന്നെ ഉപദ്രവിക്കൽ തുടങ്ങി.
അങ്ങനെ അവരുടെ ഉപദ്രവം ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആരുടെയും ഒരു ഫ്രീ ആയിട്ടുള്ള സഹായവും വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോക്ക് ഓർഡർ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ കുറച്ച് ആൾക്കാര് ഞാൻ ഈ കൃഷ്ണനെ വെച്ചിട്ട് കോടീശ്വരിയായി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവര് ഒന്നടങ്കം അറ്റാക്ക് ചെയ്ത് എന്നൊരു ഹണി ട്രാപ്പുകാരി എന്നുള്ള രീതിയിലേക്ക് ഇവരാക്കി തീർത്തതും. അതിനേക്കാട്ടിലുപരി ഞാൻ RSSന്റെ കാര്യാലയത്തിൽ, എറണാകുളം RSSന്റെ കാര്യാലയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു വീട് വെച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പം അന്ന് ഞാൻ 400 ഫോട്ടോനെ കൊണ്ട്, എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ കൊണ്ട് വീട് പൂർത്തീകരിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു ആദ്യത്തെ 2 ഫോട്ടോ ഞാൻ മേടിച്ചു കൊള്ളാം, നീ എറണാകുളം RSSന്റെ കാര്യാലയത്തിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ വന്ന് എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് സുരേഷ് ഗോപി ആ ഫോട്ടോ ഏറ്റുവാങ്ങി. അങ്ങനെ എനിക്ക് അവിടുന്ന് ചെറിയൊരു ഇന്റർവ്യൂ, അവിടെ ഒരു ഡോക്ടർ പ്രതിമയുടെ സൈഡിൽ നിന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടൽ തുടങ്ങി. ജസ്ന തട്ടമിട്ട് RSSന്റെ കാര്യാലയത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട്. അവിടെയും പ്രശ്നമായത് എന്റെ തട്ടമാണ്. അപ്പൊ ജസ്ന RSSന്റെ കാര്യാലയത്തിൽ തട്ടമിട്ട് ധൈര്യത്തോടെ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു കൂട്ടം വിഭാഗം എന്നെ ആക്രമിക്കൽ തുടങ്ങിയത്. അവരോട് ഞാൻ തിരിച്ചു പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്നറിയോ? RSSന്റെ എന്നല്ല, BJPന്റെ എന്നല്ല, എന്റെ ഒരു അറിവിൽ ഇവരൊക്കെ, ഞാൻ ഒരുപാട് വർഷമായി, ഏകദേശം 12 വർഷത്തോളായി ഈ ചിത്രവര രംഗത്തേക്ക് വന്നപ്പോ തൊട്ടിട്ട് ഈ RSS BJPക്കാരെയൊക്കെ ഞാൻ അറിയുന്നതാണ്. എന്റെ അറിവില് ഭാരതാമ്മയെ അമ്മയായിട്ട് കാണുന്ന ആൾക്കാർക്ക്, സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. അവിടെ അവർക്കൊരു തട്ടമോ അല്ലെങ്കിൽ അവര് മറ്റൊരു മതമോ അവര് നോക്കില്ല. ഒരു സ്ത്രീയാണ് പോയതെങ്കിൽ അവര് ശത്രുവാണെങ്കിൽ പോലും ബഹുമാനിച്ചിട്ടേ നിൽക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ RSSന്റെ കാര്യാലയത്തിൽ കയറി ചെന്നത്. പക്ഷേ എനിക്കത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അതാണ്. അപ്പൊ അങ്ങനെ അവിടെ തുടങ്ങി ഒരു വിമർശനങ്ങളുടെ ഒരു ഘോഷയാത്ര. ഒരു പിന്നീട് വർഷമായി. അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും ജസ്നയെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സമയത്തും ജസ്നയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം പോലും അവസാനിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തി. പക്ഷെ അവിടെ നിന്നൊക്കെ കരകയറി ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ശക്തി ജസ്നയുടെ പിന്നിലുണ്ട്. അപ്പൊ അതിന്